പൃഥ്വിരാജിനെതിരായ മേജർ രവിയുടെ പരാമർശത്തിൽ ആഞ്ഞടിച്ച് മല്ലിക സുകുമാരൻ. മേജർ രവി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും വാക്കിന് വിലയില്ലാത്ത ആളാണ് മേജർ രവിയെന്നും പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ ആഞ്ഞടിച്ചു. വിവരങ്ങൾ നൽകുന്നത് സുനിഷ അയ്യല്ലൂരാണ്. സുനിഷ, ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടന്നത് ഇതിന്റെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെയാണ്. ഒരുപാട് വാക്കുകൾ പോലും പൃഥ്വിക്കെതിരെ ഉപയോഗിക്കുന്നതായി നമ്മൾ കണ്ടു. അതൊന്നും പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ആക്രമണമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ, മറ്റൊന്ന് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കലാകാരി എന്ന നിലയിൽ മല്ലിക സുകുമാരൻ പ്രതികരണം നടത്തുകയാണ്. അതിൽ മേജർ രവി എന്ന വ്യക്തി ഇതിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് അവർ ആഞ്ഞടിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ നിലപാട്? അവരെന്തൊക്കെയാണ് പറയുന്നത്? റോഷ്നി, അത് തന്നെയാണ് ഈ എമ്പുരാൻ സിനിമ വിവാദമായതിനു പിന്നാലെ തന്നെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. മോഹൻലാലിന്റെ ഈ സ്ക്രിപ്റ്റിലെ ഭാഗങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നതാണ്. പൂർണ്ണമായും മോഹൻലാലിനെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള പോസ്റ്റ് ആയിരുന്നു നമ്മൾ പിന്നീട് കണ്ടിരുന്നത്. അതിൽ തന്നെ പല കമന്റുകളും നമ്മൾ കണ്ടത് പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നു. ആ പോസ്റ്റിലെ അത്തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഏതായാലും പൃഥ്വിരാജിന്റെ അമ്മയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളും എന്ന രീതിയിൽ മല്ലിക സുകുമാരൻ പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം നടത്തിയിരുന്നു. ഇന്നും രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനവുമായി എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മേജർ രവി ഈ വിഷയം അതായത് ഈ സിനിമ ആദ്യം കണ്ടതിന് ശേഷം ഇതൊരു ചരിത്ര നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് മേജർ രവി ഇതിനെ പുകഴ്ത്തി പറഞ്ഞതെങ്കിൽ പിന്നീട് ഇത് വിവാദമായതിനു ശേഷമാണ് ഇത്തരത്തിൽ നിലപാട് മാറ്റുന്ന സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തത്. ഈ നിലപാട് മേജർ രവിയുടെ പ്രതികരണം അത് മോശമായി പോയി എന്നത് തന്നെയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ഒപ്പം തന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു, മോഹൻലാലിനെ ചതിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ നടപടി ശരിയായില്ല എന്നത് തന്നെയാണ് വിമർശിക്കുന്നത്. വാക്കിന് വിലയില്ലാത്ത ഒരാളായി മേജർ രവി മാറുന്നു. ഒപ്പം തന്നെ മോഹൻലാലിനെയോ ആന്റണി പെരുമ്പാവൂരിനെയോ സുഖിപ്പിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വിമർശനവുമായി രംഗത്തെത്തുന്നത് എന്നതാണ് രൂക്ഷമായ രീതിയിൽ തന്നെ മല്ലിക സുകുമാരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഒപ്പം തന്നെ ഇതിലെ കണ്ടന്റായി പറയുന്ന ഒരു കാര്യം, മോഹൻലാൽ സ്ക്രിപ്റ്റ് കേട്ടിരുന്നില്ല എന്നതാണ്. അതിനുകൂടി മല്ലിക സുകുമാരൻ മറുപടി പറയുന്നുണ്ട്. കൃത്യമായി എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളത് എന്നതാണ്. പലതവണ പൃഥ്വിരാജ് തന്നെ ഓരോ സീനുകളും മോഹൻലാലിനെ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ മോഹൻലാൽ കണ്ടില്ല, അല്ലെങ്കിൽ പൃഥ്വിരാജ് മാത്രം ഇങ്ങനെ ചെയ്തതാണ്, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ എടുത്തു പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു സിനിമാ സംവിധായകനായി വളരുമ്പോൾ ഇത്ര വലിയൊരു സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാൾ വലിയ ആളായി പോകുമോ, അല്ലെങ്കിൽ പൃഥ്വിരാജ് വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തുമോ എന്ന പേടി അത് കുറച്ചുപേർക്കുണ്ട് എന്നതുകൂടി മല്ലിക സുകുമാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ RSSന്റെ മുഖപത്രത്തിൽ വന്ന ഈ വാർത്തയെ കൂടി രൂക്ഷമായ രീതിയിൽ തന്നെ മല്ലിക സുകുമാരൻ വിമർശിക്കുന്നുണ്ട്. പൃഥ്വിരാജിനെതിരെ വ്യാപകമായ ആരോപണങ്ങൾ, പ്രചരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ RSSന്റെ മുഖപത്രത്തിൽ RSSന് കൃത്യമായി എന്താണ് പൃഥ്വിരാജിന്റെ ജാതകം എന്ന് അറിയില്ല എന്ന് മല്ലിക സുകുമാരൻ പറയുമ്പോൾ തന്നെ ഇത്തരം ഒരു വിവരങ്ങൾ ആരാണ് ഈ RSSന് നൽകുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഉത്തരങ്ങൾ, അതായത് പൃഥ്വിരാജിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതടക്കം ഇവിടെയുള്ള ആളുകളാണ്. അവർക്ക് പിന്നിൽ മറ്റു ഗൂഢ താല്പര്യങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് മല്ലിക സുകുമാരൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിൽ, പ്രചരണങ്ങളിൽ പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ മല്ലിക സുകുമാരൻ രൂക്ഷമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നു, നിലപാട് അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റോഷ്നി. ശരി, എന്തായാലും മല്ലിക സുകുമാരന്റെ പ്രതികരണവും അത്തരത്തിലാണ്. അവർ വിവരിക്കുകയായിരുന്നു മേജർ രവിക്കെതിരെയാണ്